ആ ഫിൽറ്റർ ഇരിക്കുന്ന ഈ ഒരു ബോഡിക്കുള്ളിലായിട്ടാണ്. ഓക്കെ, അങ്ങനെ ബോഡി കവർ ഫുള്ള് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫിൽറ്റർ അല്ലാതെ വേറൊരു ഫിൽറ്ററും കൂടെ നമ്മുടെ വാഹനത്തിനുണ്ട്. നമുക്ക് ഈ സ്കൂട്ടർ എയർ ഫിൽറ്റർ രണ്ടും ഇല്ലാതെ ഒന്ന് സ്റ്റാർട്ട് ആക്കിയിട്ട് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. നമ്മുടെ സ്കൂട്ടറിന് എൻജിൻ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലേ. എല്ലാവർക്കും നമ്മുടെ സ്കൂട്ടറിന് ഒരു ഫിൽറ്റർ ഉള്ള കാര്യമല്ലേ അറിയത്തുള്ളൂ. അതാണ് ഈ ബോക്സിനുള്ളിലിരിക്കുന്ന ഫിൽറ്റർ. ഞാനത് അഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂട്ടറിന് ഈ ഒരു ഫിൽറ്റർ അല്ലാതെ വേറൊരു ഫിൽറ്ററും കൂടെ ഉണ്ട്. സെക്കൻഡറി ഫിൽറ്റർ എന്നാണ് അതിനെ പറയുന്നത്. ആ ഫിൽറ്റർ ഇരിക്കുന്ന ഈ ഒരു ബോഡിക്കുള്ളിലായിട്ടാണ്. ഈ വീഡിയോയിൽ ആ ഫിൽറ്റർ എങ്ങനെ ഊരെടുക്കാമെന്നും ആ ഫിൽറ്റർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബോഡി കഴുകാനായിട്ട് ആദ്യം നമ്മുടെ സീറ്റ് റിമൂവ് ചെയ്യണം. നമുക്ക് ആദ്യം സീറ്റ് റിമൂവ് ചെയ്യാം. ഓക്കെ, സീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോഡി റിമൂവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ബോഡി കവർ ഫുള്ള് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സർവീസിന് സാധാരണയായി മാറുന്ന ഫിൽറ്റർ. ഇത് ഊരിയെടുത്ത് കാണിക്കാം. ഈ ഒരു ഫിൽറ്റർ അല്ലാതെ വേറൊരു ഫിൽറ്ററും കൂടെ നമ്മുടെ വാഹനത്തിനുണ്ട്, സ്കൂട്ടറിനുണ്ട്. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ കാണിച്ചിട്ട് ആ ഒരു ഫിൽറ്റർ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പ്രൈമറി ഫിൽറ്റർ. ഈ ഫിൽറ്ററിന് ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിനുള്ളിലേക്ക് ഫ്യൂവൽ കത്തിക്കാൻ വേണ്ട എയർ ശുദ്ധീകരിച്ച് വാഹനത്തിനുള്ളിലേക്ക് എത്തിക്കുന്നു. ഈ ഒരു ഹോസിനുള്ളിൽ കൂടി എയർ കടന്ന് കാർബറേറ്ററിലേക്ക് എത്തിച്ച് കാർബറേറ്ററാണ് പിന്നെ നമ്മുടെ വാഹനത്തിനുള്ളിലേക്ക് എയർ എത്തിക്കുന്നത്. അപ്പോൾ പൊടിയും മറ്റും കലർന്ന എയർ ഇതിനുള്ളിലേക്ക് എത്താതെ സൂക്ഷിക്കുന്നു. അപ്പോൾ ഈ ഫിൽറ്റർ അല്ലാതെ വേറൊരു ഫിൽറ്റർ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതാണ് സെക്കൻഡറി ഫിൽറ്റർ. അതാണ് ഈ ബോക്സിനുള്ളിൽ ഇരിക്കുന്നത്. സർവീസിന് സമയത്ത് നമ്മൾ ഈ ഫിൽറ്റർ മാറുന്ന പോലെ തന്നെ ഈ ഫിൽറ്ററും മാറേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ഈ ഫിൽറ്റർ ഒന്ന് അഴിച്ചിട്ട് എങ്ങനെ ഇരിക്കണം നോക്കാം. ഈ ഫിൽറ്റർ അഴിക്കാൻ വളരെ സിമ്പിളാണ്. ഈ ബോക്സിന്റെ അടിയിൽ ഒരു സ്ക്രൂ ഉണ്ടാവും. ആ സ്ക്രൂ ഇതുപോലെ ലൂസ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ബോക്സിന്റെ ക്യാപ്പിന്റെ ചുറ്റും 4 ക്ലിപ്പ് ഉണ്ടാവും. ആ ക്ലിപ്പ് ജസ്റ്റ് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ക്യാപ്പ് ഇതുപോലെ ഉയർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡറി എയർ ഫിൽറ്റർ. സ്പോഞ്ച് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്കിത് റീയൂസബിൾ ആണ്, കഴുകി ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് സർവീസിന് മുമ്പ് ഇതിനുണ്ടായിരുന്ന ഫിൽറ്റർ. അപ്പോൾ ഈ ഫിൽറ്റർ മാറ്റിയിട്ട് പുതിയ ഫിൽറ്റർ ഞാൻ ഇതിൽ ഇൻസേർട്ട് ചെയ്തതാണ്. പുതിയ ഫിൽറ്ററും പഴയ ഫിൽറ്ററും തമ്മിലുള്ള വ്യത്യാസം കാണാം. അപ്പോൾ ഈ ഫിൽറ്ററിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിനിൽ കത്താതെ വരുന്ന പെട്രോളിനെ വീണ്ടും റീസർക്കുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലേക്ക് വേണ്ട എയറിനെ പ്യൂരിഫൈ ചെയ്യുന്ന ധർമ്മമാണ് ഈ ഒരു സെക്കൻഡറി എയർ ഫിൽറ്റർ ചെയ്യുന്ന ധർമ്മം. അങ്ങനെ വരുന്ന എയറും ഫ്യൂവലും കൂടെ ഈ ഒരു ഹോസ് വഴി എഞ്ചിന്റെ മറുഭാഗത്ത് വന്ന് വീണ്ടും അത് ഉപയോഗിക്കപ്പെടുന്നു. അതിൽ ഉൾപ്പെടുന്ന എയറിനെ പ്യൂരിഫൈ ചെയ്യുക എന്നതാണ് ഈ ഒരു സെക്കൻഡറി എയർ ഫിൽറ്ററിന്റെ ധർമ്മം. അപ്പോൾ നമ്മൾ നോർമൽ ഫിൽറ്റർ മാറുന്ന പോലെ തന്നെ ഈ ഒരു ഫിൽറ്ററും മാറേണ്ടത് അത്യാവശ്യമാണ്. ഈ ഫിൽറ്ററും മൈലേജിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്ക് ഈ സ്കൂട്ടർ എയർ ഫിൽറ്റർ രണ്ടും ഇല്ലാതെ ഒന്ന് സ്റ്റാർട്ട് ആക്കിയിട്ട് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. വൃത്തിയുള്ള അന്തരീക്ഷമാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ എല്ലാ ദിവസവും കൃത്യം രാത്രി 9 മണിക്ക് വാഹനവുമായി ബന്ധപ്പെട്ട ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും.